ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 11-ാം തീയതി 346-ാമത്തെ ദിവസത്തിലെത്തി. കണക്ക് പറഞ്ഞ് വിഷമിപ്പിക്കുകയൊന്നുമല്ല. ഒരാണ്ടെന്ന് പറയുന്ന വലിയൊരു സമ്പാദ്യവും നിധിയും നമ്മൾ ഓരോരുത്തർക്കും കനിവോടുകൂടി ദൈവം വിശ്വാസത്തിൽ ഏൽപ്പിച്ചിട്ട് അത് തീരാൻ ഇനി 21 ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ തിരുപ്പിറവി പെരുന്നാളിലേക്ക് കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ച് ഇങ്ങനെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇത് വേണമായിരുന്നോ? ഈ വ്രതവഴികളിലൂടെ വല്ലാതെ ബുദ്ധിമുട്ടിയും തട്ടിത്തടഞ്ഞും പോരേണ്ടതുണ്ടായിരുന്നോ എന്നൊക്കെ അറിയാതെയും അറിഞ്ഞും ആരൊക്കെയോ ആഴത്തിൽ ആലോചിച്ചു പോകുന്നുണ്ട് നമുക്ക് ഇടയിൽ നിന്നുകൊണ്ട് തന്നെ. വ്യക്തമായതും കൃത്യമായതുമായ ഒരു ലക്ഷ്യം ജീവിതത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യമേ സ്വയം ചോദിക്കേണ്ട, അന്വേഷിച്ചൊന്ന് കണ്ടെത്തേണ്ട കാര്യം. ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും പതിവായി നേരിടുന്ന പ്രതിസന്ധിയും ഇതുതന്നെയല്ലേ? ലക്ഷ്യമൊന്നും ജീവിതത്തിൽ കണ്ടെത്തിയിട്ടില്ല, രൂപപ്പെടുത്തിയിട്ടില്ല, അങ്ങനെയൊന്ന് ആവശ്യമാണെന്നുള്ള ബോധ്യവും വന്നിട്ടില്ല. കാലത്തെയും സമയത്തെയും കുറിച്ച് ബോധമോ ജാഗ്രതയോ അങ്ങനെ തീരെ ഇല്ലാതാവുന്നു. കഴിഞ്ഞ പുലരിയിൽ പറഞ്ഞു തുടങ്ങിയ കാത്തിരിപ്പ് സത്യത്തിൽ ഏറ്റവും കൈപ്പേറിയ അനുഭവമായി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എങ്ങനെയോ മാറിപ്പോയത് കൊണ്ടാണ് ജീവിതത്തിൽ ഇനിയൊന്നും പുതുതായി പ്രതീക്ഷിക്കാൻ ഇല്ല, ഒന്നിനും വേണ്ടി ഇനി കാത്തിരിക്കാനായിട്ട് തയ്യാറുമല്ല എന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ അവസാനത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. മലയാള സാഹിത്യത്തിൽ ഒരു സങ്കീർത്തനം പോലെ എന്ന ആ സർവപ്രസിദ്ധമായ കൃതിയിലൂടെ എല്ലാവർക്കും ഏറെ സുപരിചിതനായ ശ്രീ പെരുമ്പടവും ശ്രീധരൻ്റെ നല്ലൊരു കഥയുണ്ട്. സമയമെന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഒരു ചെറുപ്പക്കാരൻ സമയം തേടിയുള്ള അന്വേഷണത്തിലാണ്. കാണുന്നവരുടെല്ലാം അവൻ സമയം ചോദിച്ചുകൊണ്ടിരുന്നു. ഉത്തരങ്ങളിലെ വ്യത്യാസം മൂലം അവൻ ആരെയും അങ്ങോട്ട് വിശ്വസിക്കുവാനോ ലഭിച്ച ഉത്തരങ്ങളെ സ്വീകരിക്കുവാനോ പറ്റാതെ വരുന്നു. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന കൂട്ടുകാരിയോടും അവൻ ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ആരെയും വിശ്വാസമില്ലെങ്കിൽ നീ വാച്ച് നന്നാക്കുന്ന കടയിൽ ചെന്ന് ചോദിച്ചാൽ കൃത്യസമയമറിയാമെന്ന് അവൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാച്ചുകടയിലെത്തിയവൻ അന്തം വിട്ടുപോയി. കേടായ നിന്നിരിക്കുന്ന ക്ലോക്കുകളിലെല്ലാം ഓരോരോ സമയമാണ് കാണിക്കുന്നത്. മറുവശത്ത് വിവിധ രാജ്യങ്ങളിലെ സമയം കാണിക്കുന്ന രാജ്യാന്തര ക്ലോക്കുകളും വെച്ചിട്ടുണ്ട്. അയാൾ ചോദ്യം അവിടെ ആവർത്തിക്കുകയാണ്, സമയം എത്രയായി? കടക്കാരൻ്റെ ഉത്തരമാവട്ടെ കുറച്ച് ആഴപ്പെട്ടതായിരുന്നു. ഒരുവൻ തിരഞ്ഞെടുക്കുന്നതാണ് അവൻ്റെ സമയം. ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ജീവിതത്തെ കുറെ കൂടി ഒരു ഗൗരവത്തിൽ പരിഗണിച്ചു തുടങ്ങാനായിട്ട് ക്രിസ്തുമസിലേക്ക് അടുത്തു വരുന്ന ഈ ഒരു വ്രതകാലം കൊണ്ട് നമുക്ക് ഒന്ന് പഠിച്ചും പരിശീലിച്ചും എടുക്കേണ്ടതാണ്. തീർച്ചയായും സമയം, ആ സമയബോധം ഭൂമിയിൽ മനുഷ്യവംശത്തിന് മാത്രം ലഭിച്ചിട്ടുള്ളൊരു സൗഭാഗ്യമാണ്. കാലത്തെക്കുറിച്ചുള്ള ബോധവും കാലം മാറുന്നതിനെക്കുറിച്ചുള്ള ധാരണകളുമൊക്കെ. അതുകൊണ്ടാണല്ലോ ഓരോരോ ചെറുജീവികളും പഴയതുപോലെ തന്നെയാണ്. കാക്കയും പരുന്തും എലിയും കുറുക്കനുമൊക്കെ മാളമുണ്ടാക്കുന്നതും വസിക്കുന്നതുമൊക്കെ. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ വാസസ്ഥലത്തിന് മാത്രമല്ല, അവൻ്റെ വസ്ത്രധാരണയ്ക്കും എല്ലാത്തിനും എന്തുമാത്രം മാറ്റങ്ങൾ
കാലോചിതമായി വന്നുകൊണ്ടിരിക്കുന്നു. നല്ലതും നല്ലതല്ലാത്തതുമായ മാറ്റങ്ങൾ. അപ്പോൾ ലഭിക്കുന്ന അവസരങ്ങളെ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി നമ്മളെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.